നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. സംഘപരിവാറുകാർക്ക് വിദ്യാഭ്യാസം അലർജിയാണ്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ പ്രസ്താവനയാണിത്. ശിവപ്രസാദെ, തനിക്ക് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത്? താൻ പറഞ്ഞ വസ്തുതകളെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കണ്ടേ? CPM എന്ന് പറയുന്ന പ്രസ്ഥാനം EMS അച്യുതാനന്ദൻ മുതൽ പേർ കൂടി ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണല്ലോ. EMSന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്രീ ഡിഗ്രി മാത്രമാണ്. അച്യുതാനന്ദനാകട്ടെ 7ാം ക്ലാസ് മാത്രമാണ്. പിണറായി വിജയൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നുവെങ്കിലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യത. ME ഗോവിന്ദൻ 10ാം ക്ലാസ്സും ഡ്രില്ലും വിദ്യാഭ്യാസ യോഗ്യത നേടിയ ആളാണ്. ഇങ്ങനെ എടുത്തു പറഞ്ഞു പരിശോധിക്കുമ്പോൾ ശ്രീമതിമാരുടെയും മണിയാശാന്റെയും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചാൽ മീൻ മാർക്കറ്റിലുള്ളതിനേക്കാൾ ദുർഗന്ധപൂരിതമാകും CPMന്റെയും SFIയുടെയും വിദ്യാഭ്യാസ നിലവാരം. 35-40 വയസ്സ് വരെ വിദ്യാർത്ഥി വേഷം കിട്ടുക, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കോളേജുകളിൽ അഡ്മിഷൻ നേടുക, കലാലയ അന്തരീക്ഷം കലുഷിതമാക്കുക, ഇതൊക്കെയാണ് CPMന്റെ SFIയുടെയും വിദ്യാഭ്യാസ അജണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് താങ്കളെന്നറിയുന്നത് നല്ലതാണ്. തങ്ങളുടെ മുൻഗാമിയായിരുന്ന ആർഷോ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചത് 38ാമത്തെ വയസ്സിലാണ്. സംഘത്തിൻ്റെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുണ്ടായിരുന്നവരുടെ വിദ്യാഭ്യാസവും സംഘപരിവാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരവും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് വളരെ ഉപകാരപ്പെടും. സംഘസ്ഥാപകനായിരുന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ MBBS ബിരുദധാരിയായിരുന്നുവെന്നും അദ്ദേഹം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നുവെന്നും മരിക്കുന്നതുവരെ വിദർഭ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് താങ്കൾക്ക് പുതിയ അറിവായിരിക്കാം. ശേഷം വന്ന ഗുരുജി ഗോൾവർക്കർ ബയോളജിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിനുശേഷം LLB എടുക്കുകയും അതിനുശേഷം PhD പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ആളാണ് എന്നുള്ളതും താങ്കൾ അറിയേണ്ടതാണ്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സുദർശൻജി ബിരുദധാരിയായിരുന്നു. P പരമേശ്വർജി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 1ാം റാങ്ക് മേടിച്ച് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടാണ് ബിരുദമെടുത്തതെന്ന് താങ്കൾ അറിയേണ്ട വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുമ്പിലുമുണ്ട് ഡോക്ടർ എന്ന അലങ്കാരം. 25ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ അറിയുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ BSc ബോട്ടണി ബിരുദധാരിയും ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡറുമാണ്. മട്ടന്നൂർ NSS കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം വിദ്യാഭ്യാസ മേഖലയിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി നിങ്ങൾ കരുതുന്ന വത്സൻ തില്ലങ്കേരി ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഗതി വിദ്യാനികേതൻ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം അറിയുന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം തന്നെയാണ്. ഇനി വിദ്യാഭ്യാസത്തോട് അലർജിയുള്ള സംഘപരിവാറുകാർ നടത്തുന്ന വിദ്യാഭാരതിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 12,754 സ്കൂളുകളിലായി 30 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 1.5 ലക്ഷത്തോളം അധ്യാപകരും വിദ്യാഭാരതിയുടെ കീഴിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ട്. കേരളത്തിൽ മാത്രം വിദ്യാനികേതൻ എന്ന പേരിൽ 388 പരം സ്കൂളുകൾ സംഘം നടത്തുന്നുണ്ട്. 1,02,753 ഏകൽ വിദ്യാലയം സംഘം നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. താങ്കൾ നേതൃത്വം നൽകുന്ന SFIയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് തന്നാൽ കൊള്ളാം, ഒന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ മഷിയിട്ട് നോക്കിയാൽ മരുന്നിന് പോലും ഒരൊറ്റ സ്കൂൾ പോലും നടത്താത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി SFI ആണ് സംഘ നേതാക്കൾക്ക് വിദ്യാഭ്യാസം അലർജിയാണെന്ന പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. കഷ്ടം എന്ന് പറയാനല്ലാണ്ട് താങ്കളോട് സഹതപിക്കാൻ പോലും താങ്കൾ യോഗ്യനല്ല എന്ന് പറയട്ടെ. ജയ് ഹിന്ദ്.